സഭ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളുമൊക്കെ സ്ഥാനാർത്ഥിയാകാനുള്ള കുപ്പായം തയ്ച്ചു വെച്ച ആളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ പലതരത്തിലുള്ള പ്രതീക്ഷകളുണ്ട്. ബിജെപിയുടെ പ്രതീക്ഷകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കോഴിക്കോട്ട് വലിയ പ്രതീക്ഷ നിലവിൽ ബിജെപി കാത്തുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കോർപ്പറേഷനിൽ 13 സീറ്റുകൾ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ കോഴിക്കോട് ഇത്തവണ ബിജെപി നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു പങ്കുവയ്ക്കുന്നത്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ബിജെപി വോട്ട് ഒരു മുന്നണിക്കും പോകില്ല എന്നും പ്രകാശ് ബാബു മീഡിയ വണിനോട് പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ കോഴിക്കോട് ജില്ലയിലെ സാധ്യതകൾ പരിശോധിക്കുകയാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു. ഇപ്പോൾ കോർപ്പറേഷൻ അടക്കം മികച്ച വിജയം നേടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് ഇത്തവണത്തെ ഒരു ടാർഗറ്റ് ബിജെപിയുടെ ജില്ലയിലെ? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ കാര്യം, ബിജെപി നേതൃത്വം നൽകുന്ന NDA 100% ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിടുന്നത്. ഒന്ന്, കോർപ്പറേഷനിൽ നടന്നിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം. ഞങ്ങൾ നല്ല തയ്യാറെടുപ്പ് നടത്തി. വോട്ട് ചേർക്കൽ പ്രക്രിയ, ഡിലീഷൻ പ്രക്രിയ, അങ്ങനെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത ഒരു പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. 2011 9,000 വോട്ടുള്ള നോർത്തിൽ ഇപ്പോൾ 33,000 വോട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ത്രികോണ മത്സരം വരും. നോർത്ത് ഞങ്ങൾ 100% ഇപ്രാവശ്യം ആത്മവിശ്വാസത്തിലാണ്. രണ്ടാമത് എലത്തൂരിൽ 34,000 വോട്ട് BJPക്കുണ്ട്. നോർത്തിൽ സൗത്തിൽ 22% വോട്ടുണ്ട്. ബേപ്പൂരിൽ അതേപോലെ തന്നെ 27,000 വോട്ടുണ്ട്. ഇതൊക്കെ ഒരു ത്രികോണ മത്സരം വരുമ്പോൾ 5 10 1000 വോട്ട് ഒരു മുന്നണിയിൽ നിന്ന് മാറിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. 100% ആത്മവിശ്വാസത്തോടെ കോഴിക്കോട് ജില്ലയിൽ ഇപ്രാവശ്യം BJP നിയമസഭയിലേക്കും അക്കൗണ്ട് തുറക്കും. സ്ഥാനാർത്ഥികളുടെ നിർണായകമായ ഘടകമാണ്. പലപ്പോഴും പല സ്റ്റാർ കാൻഡിഡേറ്റിനെയും സർപ്രൈസ് കാൻഡിഡേറ്റും BJP പല സ്ഥലത്തും ഇറക്കാറുണ്ട്. കോഴിക്കോട് അത്തരം ഒരു സർപ്രൈസ് കാൻഡിഡേറ്റിനെ പ്രതീക്ഷിക്കാമോ? അല്ല, ഈ സർപ്രൈസ് എന്നുള്ളതിലപ്പുറത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും അവരോടൊപ്പം 100% കമ്മിറ്റഡായി അവരോടൊപ്പം നിൽക്കുന്നവരെയാണ്. സർപ്രൈസ് സ്ഥാനാർത്ഥികളൊക്കെ ഇപ്പോൾ കുറേ ആൾ ഇറക്കിയതൊക്കെ നമ്മൾ കണ്ടല്ലോ. അതിലൊന്നല്ല പ്രസക്തി. ആർക്ക് വോട്ട് പോലെ BJPയുടെ വോട്ട് BJPക്ക് തന്നെയുണ്ട്. BJPയുടെ വോട്ട് മാത്രമല്ല, ഇപ്പോൾ CPMന്റെ വോട്ടിന് CPMന് കിട്ടിയിട്ടില്ലല്ലോ. മുസാഫർ അഹമ്മദ് കോഴിക്കോട് മീൻചന്തയിൽ ഇത്ര ശക്തി കേന്ദ്രത്തിൽ തോറ്റത് UDFന് അവർ വോട്ട് ചെയ്തല്ലേ. അപ്പോൾ ഞങ്ങളെ വോട്ട് ഞങ്ങൾക്ക് തന്നെ കിട്ടും. എന്തായാലും വലിയ ആത്മവിശ്വാസമുണ്ട്. ഇത്തവണ കോഴിക്കോട് നിന്ന് BJP MLA ഉണ്ടാവുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് BJP പ്രകടിപ്പിക്കുന്നത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.